ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പഞ്ഞി മിഠായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉപയോഗിക്കാത്തൊരു ഫാനാണ്, വർക്ക് കിട്ടും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ലീഫ് നമുക്ക് ഊരിയെടുക്കാം. ഇത്ര പണിയാണ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് കേക്ക് എടുക്കണം. കേക്കില്ല, ജസ്റ്റ് തോത്തിയെടുക്കണം, തുടച്ചു കളയണം. ജസ്റ്റ് ഈ തുടക്ക ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉണ്ടാക്കാനല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഈ സ്ക്രൂ വരെ നമുക്ക് ചെയ്തെടുത്താൽ പറ്റുമോ? സ്ക്രൂ വരെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഇതുപോലെ ഒരു ക്യാനാണ്. ഇതിൻ്റെ പലതും ഉണ്ട്, ഗുലാബ് ജാമുൻ്റെ, അതുപോലെ പല ക്യാനുണ്ട്. ഇത് മിൽക്ക് മെയ്ഡിൻ്റെതാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് ഓരോ ഹോൾസ് ഇടണം. അപ്പോൾ ഒരു മാർക്കർ വെച്ചിട്ടോ അതുപോലെ തന്നെ ഒരു കളർ വെച്ചിട്ടോ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ കഷ്ടപ്പാടിന് ശേഷം നമുക്ക് പകുതി മുറിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഈ ഓരോ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം വരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഹോളിടുക. ഓട്ട നല്ല രസമുണ്ടാവില്ല ഇതിനോടൊക്കെ മസാജ് ചെയ്ത്. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഫുള്ള് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഹോൾഡുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് ഹോൾഡ് ഇടാതെ നമുക്ക് പരക്കെ ഹോൾട്ടാൽ മതി. ക്ലിയറായിട്ട് ഹോൾട്ട് വരുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയത്തില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഈ ഗ്യാപ്പിലോടത്തൊക്കെ ഇങ്ങനെ ഹോൾട്ട് എടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിൽ നിന്ന് പുറത്തോട്ടായിരിക്കണം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു നീണ്ട ആണി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നീണ്ട ആണിയാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഹാമർ കൊണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ പറയാനുള്ളത് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മാർക്കർ കൊണ്ട് എന്തിനോടെങ്കിലും ലൈൻ ഇട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തണം. എന്നിട്ട് സെൻറ്ററിൽ ആ ഫാൻ്റെ ലീഫൊക്കെ വെക്കുന്ന ആ സ്ഥലത്ത് ഇത് ഇറങ്ങാൻ പാകത്തിന് ഹോൾട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഫാന്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുറേ നേരം തുളച്ച് വെച്ച ഈ സാധനം ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോൾ ഇത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ബേസോ വട്ടപാത്രം അല്ലെങ്കിൽ ഒരു പെട്ടി അങ്ങനത്തെ എന്തെങ്കിലും ആദ്യം വെച്ചിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ സാധനം നമ്മൾ ഇങ്ങനെ ഈ ഇരുമ്പ് ഇങ്ങനത്തെ സ്റ്റീലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ പഴക്കമുള്ള സാധനമാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പെട്ടി വെക്കാം. അപ്പോൾ ഈ പെട്ടി മര്യാദയ്ക്ക് നിൽക്കുന്ന ലക്ഷണമല്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും രണ്ട് ഭാഗത്തും എന്തെങ്കിലും വെക്കേണ്ട ഒരു രീതി വരും. ഇത് ലൂസായിട്ടുള്ള പെട്ടിയാണ് കേട്ടോ. നല്ല ടൈറ്റ് പെട്ടിയാണെങ്കിൽ ഈ സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചിറകുകൾ, അപ്പോൾ ഇതിൻ്റെ ഈ പുറമെയുള്ള ഈ ചട്ടയുടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. കത്തി കാര്യമല്ലോ ഒന്നുകൂടി നല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വെച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തുളച്ച് വെച്ച ആ സാധനം കൊടുക്കാം. അതിന് മുമ്പ് ഈ അലുമിനിയം ഫോയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിന്മേൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കിത് ഇറക്കി കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മളത് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വയ്ക്കാനുള്ള ഒരു ലൈൻ ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് അതുണ്ടാക്കാം. നമുക്ക് അടുക്കളയ്ക്കോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് പഞ്ചസാരയും വെള്ളം ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം.
അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവോ വർക്ക് ആവില്ലേ ഇത്. ഓക്കെ, എന്താ അത് ഒന്നും കൂടി ഇത് പൊന്താണ്ടറാ. അതിൽ ഫുള്ള് സാധനമാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ചൂടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇങ്ങോട്ടേക്കാരം വരിക. ഈ സാധനം ഫുള്ള് വന്നില്ല. ഇത് കറങ്ങുന്ന സ്പീഡില്ലടി ആണേ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു കനം കൂടി. ആ സാധനം ഓട്ടടഞ്ഞ കൈ അതാണ് ആവുണ്ട്. മാറാറും ചെറുക്ക് എന്ത് സംഭവിക്കും? മിക്സിയിലിട്ടാണ് സ്പീഡ് കിട്ടിയെന്നല്ലേ. ഇങ്ങനെ കരിഞ്ഞിന് കഴിഞ്ഞേ. ഈ പാളി വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഉയർന്ന് എഴുന്നേറ്റ് വരുന്നേ വീഡിയോ ഉണ്ടാക്കാം. ഇതിപ്പോൾ സംഭവം എന്താ ആയത് അറിയില്ല. ഇത് ഇവിടെ എന്നോട് പറഞ്ഞ സെറ്റപ്പ് പൊട്ടിച്ചാണ്. ഇതൊക്കെ പറഞ്ഞ മാണ്ടാണ്. ഫസ്റ്റ് അല്ലടാ ഇല്ല, ഇതിന് മുമ്പത്തെ തെറ്റാണ്. ആ വെള്ള കളറാകുമ്പോഴത്തെ വെച്ചാൽ എനിക്ക് ബെല്ല അന്നെ വിളിച്ചപ്പോഴാണ് അനിയെ ഒന്നും കൂടി ആവാണ്ടല്ലോ സാധനം. അത് വെള്ളമായിട്ട് കാരം ഒന്നും കൂടി ആവാണ്ടല്ലേ. എന്താടാ ചൂടാക്കി കൂടെ സാധനം കഴിക്കാൻ തെറിച്ച് തെറിച്ച് സ്പീഡില്ല എന്റെടാ. തെറിക്ക് നോക്കുക. അയ്യോ പാശോട്ടിച്ചായിരിക്കും. ഹലോ ഗായ്സ്, ഇതാണ് മിനി പടക്കം. ബാക്കിയുള്ള കൂടി ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ചുറ്റുണ്ട്. ഇതാണ് ചുറ്റുള്ള അഞ്ഞൂട്ടാണ് കണ്ടോളി. എടുത്ത് തിന്നടാ. പൊളി സാധനം. ഇത് വേറെ സാധനം കേട്ടോ. പഞ്ഞിമുട്ടായി കട്ടടിച്ചാണോ? പൊളി പൊളി. നമുക്ക് ഇന്ന് വീഡിയോ ഇടാം. തമിഴില് ഞാൻ എഡിറ്റ് ചെയ്ത് പഞ്ഞിമുട്ടായി വേറെ ആരും ഈ വീഡിയോ എടുത്തിട്ടാളാ പല്ലുമുട്ട വെറൈറ്റി ആണല്ലേ ഇന്നത്തെ കാരണത്. ഓട്ട കളഞ്ഞു പോയി. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഓട്ട അറിഞ്ഞത്. ഓട്ട വല്ലാത്തൊരു ചതിയാണ് ഞങ്ങളോട് ചെയ്തത്. പേർക്കാര് കണ്ടപ്പോ ഇത് വേറെ പഞ്ഞിമുട്ടായി ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ സാധനമായിരുന്നു. ഇത് പറഞ്ഞ പഞ്ഞിമുട്ടായി അല്ലേ, നമ്മള് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ 50 പൈസക്കൊക്കെ വാങ്ങിയല്ലേ, ആ ഒരു സാധനമാണ്. ആ സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ പഞ്ഞിമുട്ടായി ആവുകയാണെങ്കിൽ പഞ്ഞിമുട്ടായി ആയിക്കോട്ടെ. ഇത് അപ്പോൾ സാധനം സെറ്റാണ് കഴിച്ച് നമ്മൾ വിചാരിച്ച പോലെ സാധനം റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു കയ്യിലുമത്തെ നോക്കണ്ടായി ഞങ്ങൾ വേറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ എല്ലാവരോടും പറയട്ടെ. അപ്പോൾ ഗൈസ് എന്താ ഞാൻ എനിക്ക് കൊടുത്തിട്ട് വേണ്ട ടേസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അവനെ മോനെ കാണിക്കണ്ടെന്ന് പറഞ്ഞത്. ഇത് ടേസ്റ്റ് മര്യാദക്കുള്ള പറഞ്ഞു മറ്റേ തൊലയോട്ടി എല്ലാവർക്കും കൊടുത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തേക്ക്. ഇത് ഞാൻ എങ്ങനെ എന്തിൻ്റെ ടേസ്റ്റ് ആണ്? മറ്റേ
ഇഞ്ചി മിഠായില്ലേ ഞങ്ങൾ ഇഞ്ചി മിഠായി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതിക്ക് ഇഞ്ചിന്റെ ചെറിയൊരു ഫ്ലേവർ കൂടി ആണെങ്കിൽ ഇഞ്ചി മിഠായി ആയിരുന്നു കേട്ടോ. അതേ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിമ തൊട്ടപ്പോ ഇത് അതേ സാധനമാണ് കേട്ടോ, അതേ കളറും അതേ സാധനമാണ്. ഇതിമ ജസ്റ്റ് ഒരു ഇഞ്ചിന്റെ ഫ്ലേവർ ഉണ്ടാക്കി സാധനം സെറ്റ് ആയി. ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ. പൊളി സാധനം സത്യം പറയാം. ഇഞ്ചി മിഠായി ഇങ്ങനെ ഉണ്ടാക്കല് ഞാൻ ഉറപ്പിച്ചു. ഇതുകൂടെ മനസ്സിലായി. ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ചൂടോടെ നിന്നിട്ടാ അതിൻ്റെതായ ഫ്ലേവർ. സത്യം പറയട്ടെ, ഇഞ്ചി മിഠായിൻ്റെ ഫ്ലേവറാണ്. ഇനി നമുക്ക് അടുത്തത് മിക്സിയുടെ ആ രീതിയിൽ മിക്സിമേ വെച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അത് ഇഞ്ചി മിഠായി ആണോ ഏത് മിഠായി ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഉണ്ടാക്കിയത് പൊളിയായിരുന്നു. ഞങ്ങൾ പഞ്ഞി മിഠായി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു, അത് ഇഞ്ചി മിഠായി ആയിപ്പോയി. അപ്പോൾ പൊളി സാധനമായിരുന്നു. ഞങ്ങൾ അയൽവാസികൾക്കും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ തിന്നു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ പഞ്ഞിമിഠായി ആവാതെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാനായിരുന്നു. ഫാൻ ചലിച്ചു, ഫാൻ സ്പീഡിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് മിക്സി ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ സ്പീഡുള്ള ഫാൻ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാട്ടെടുത്തില്ലാതായി അതപ്പോഴും പറഞ്ഞു. ഉണ്ട് നടക്കൂല, നമ്മള് നേരത്തെ ഇട്ടാക്കി കൂടെ. ഇതാ മൂളിക്കയിലൊക്കെ പോയി പൊട്ടി പിടിച്ചിട്ടുണ്ട്. ഇച്ചു കൂടെ ഇച്ച് ഇതാ ഇവിടെ ഉറക്കുക പോ. ഇവിടെക്കോ ചെറുങ്ങനെ ആവുന്നുണ്ട്. സാധാ പഞ്ചസാര എന്താ കരിയായി ഞാൻ കളർ വെച്ച് ചേർക്കുന്നതിന് പകരം ഒഴിച്ചാ ഒഴിച്ചിട്ടെത്താം. ഒഴിച്ചൂടെ കൊടുക്ക് ഉച്ചിട്ട്